ക്രഞ്ച് ദ നമ്പേഴ്സ്. ഈ ഒരു സെഷനിൽ ഞാൻ ഇൻവെന്ററി വാല്യുവേഷൻ എന്താണ്, ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഇൻവെന്ററി വാല്യുവേഷൻ മെത്തേഡ്സ്, അതേപോലെ ഏതൊക്കെ ഇൻഡസ്ട്രീസിനാണ് ഏതൊക്കെ മെത്തേഡ്സ് സ്യൂട്ടബിൾ ആവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ സോഹോ ബുക്സ് ആണെങ്കിലും ഏത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ചോദിക്കുന്നുണ്ട് ഈ പ്രൊഡക്റ്റിന്റെ ഇൻവെന്ററി വാല്യുവേഷൻ മെത്തേഡ് ഏതാണ്. അതിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവുക ഫിഫോ, ലിഫോ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്. ഈ മൂന്ന് മെത്തേഡ്സ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇൻവെന്ററി വാല്യുവേഷൻ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മെയിനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് വന്നിട്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ നമ്മുടെ കയ്യിലുള്ള അൺസോൾഡ് ഗുഡ്സിന്റെ വാല്യൂ എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡാണ് ഇൻവെന്ററി വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് ആ സെയിൽ ചെയ്ത പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെത്തേഡുമാണ് ഈ ഒരു ഇൻവെന്ററി വാല്യുവേഷൻ വരുന്നത്. ഇൻവെന്ററി വാല്യുവേഷൻ ഇമ്പോർട്ടൻസ് വരുന്നുണ്ടാവുക ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ഇൻവെന്ററിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത്, ട്രാൻസ്ഫർ ഓർഡർ ചെയ്യുന്ന സമയത്ത്, അതേപോലെ ആ ഒരു ഇയർ എൻഡിൽ വരുന്ന ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷനിൽ, ഇത്രയും സാഹചര്യങ്ങളിലാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇൻവെന്ററി വാല്യുവേഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്കൊരു ഇത് കാണാനായിട്ട് പറ്റും, ഒരു ടേബിൾ കാണാനായിട്ട് പറ്റും. ഇതിൽ ജനുവരിയിൽ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നു, അത് 100 റുപ്പീസ് ആണ്. മാർച്ചിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അത് 150 ആയിട്ടുണ്ട്. ജൂലൈയിൽ പർച്ചേസ് ചെയ്തപ്പം അത് 100 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് ആ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ഇതിൽ ഏതായിരിക്കണം, 100 ആണോ, 150 ആണോ, അല്ലെങ്കിൽ 110 റുപ്പീസ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യണം. അതല്ല ഇപ്പം നമ്മളത് സെയിൽ ചെയ്യുന്നില്ല, നമ്മുടെ കയ്യിൽ ഇയർ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ആ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്ന പ്രൊഡക്റ്റിന്റെ വാല്യൂ ഏതായിരിക്കണം. ഇങ്ങനെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ ആണ് ഇങ്ങനെ ഒരു ഇൻവെന്ററി വാല്യുവേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ടാവുക. ഓരോ ഇൻവെന്ററി വാല്യുവേഷൻ മെത്തേഡ്സും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നിട്ട് ഫിഫോ മെത്തേഡാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആദ്യം സെല് ചെയ്യുന്നു, ആ ഒരു കോൺസെപ്റ്റ് ആണ് ഫിഫോ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വരുന്ന സമയത്ത് ഈ ഒരു ടേബിളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ക്ലോസിംഗ് സ്റ്റോക്ക് ആണുള്ളത്. ജനുവരിയിൽ 100ന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, മാർച്ചിൽ 150ന്റെ ഉണ്ട്, ജൂലൈയിൽ 100ന്റെ ഉണ്ട്, ഒക്ടോബറിലെ 110 ഉണ്ട്, ഡിസംബറിൽ 90ന്റെ ഉണ്ട്. ഇത്രയും ഈ 5 ക്വാണ്ടിറ്റിയിലുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മന്തിൽ അത് ഇൻവോയ്സ് ചെയ്യുമ്പം ഫിഫോ മെത്തേഡ് അനുസരിച്ച് അവർ ചൂസ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ജനുവരിയിലുള്ള 100 ആയിരിക്കും. അതായത് ആദ്യം വന്ന സ്റ്റോക്ക് ആദ്യം വിൽക്കുന്നു, അപ്പം ആദ്യം വന്നതിന്റെ കോസ്റ്റ് ആയിരിക്കും വാല്യുവേഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അടുത്ത മെത്തേഡാണ് ലിഫോ എന്ന് പറയുന്നത്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് അവസാനം വന്ന പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആയിരിക്കും വാല്യുവേഷന് വേണ്ടി എടുക്കുന്നുണ്ടാവുക. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ മന്തിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പം അതിന്റെ കോസ്റ്റിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ടാവുക ഈ ഡിസംബറിൽ വാങ്ങിയിട്ടുള്ള 90 റുപ്പീസിലായിരിക്കും. അതായത് അതിന്റെ കോസ്റ്റ് അവർ എടുക്കുന്നുണ്ടാവുക 90 ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത്. അടുത്തൊരു മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മളിപ്പോൾ അതുപോലെ നമ്മൾ അക്കൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും, അതേപോലെ നമ്മൾ മേജർ ഇൻഡസ്ട്രീസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ ആവറേജ് ചെയ്യുകയാണ് ക്വാണ്ടിറ്റീൻ്റെ ബേസിൽ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ആവറേജ് ബേസിലായിരിക്കും എന്തുണ്ടാവുക, കോസ്റ്റ് വരുന്നുണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ് ഫ്ലക്ച്വേഷൻ്റെ ആ ഒരു പാറ്റേൺ നമ്മുടെ ഒരു ബിസിനസ്സിനെ അത്ര അഫക്റ്റ് ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ഇൻഡസ്ട്രീസിന് ഇതിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ ഫിഫോ മെത്തേഡിലേക്ക് നോക്കുന്ന സമയത്ത് പെരിഷബിൾ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, അതേപോലെ ഹൈ ടേൺ ഓവർ ഉള്ള ഇൻഡസ്ട്രീസ്, ദെൻ ഫുഡ്, ബിവറേജ്, ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ്, ഇവരെ പോലുള്ളവർക്കാണ് എന്ത് പറ്റുന്നത്, ഫിഫോ ഏറ്റവും കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം ഇവർക്ക് എല്ലാവർക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഡീൽ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഇവർ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട് ഒരു സെയിൽ എന്ന് പറയുന്നത്. അടുത്തൊരു മെത്തേഡാണ് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഏറ്റവും കൂടുതലായിട്ട് അപ്ലിക്കബിൾ ആവുന്നുണ്ടാവുക ഇൻഡസ്ട്രിയിൽ ഐറ്റത്തിൻ്റെ പ്രൈസ് എപ്പോഴും വൊളട്ടൈൽ ആയിട്ട് ഉണ്ടാകുന്നവർക്കായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓയിൽ, ഗ്യാസ്, അതേപോലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ഐറ്റം പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനാണ് ഈ ലിഫോ അപ്ലിക്കബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കിട്ടാനാണെങ്കിലും ആ ഒരു ലിഫോയിൻ്റെ ഒരു ബേസിലായിരിക്കും വരുന്നുണ്ടാവുക. അടുത്തൊരു മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്.
വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് വരുന്നുണ്ടാവുക ലാർജ് ഇൻഡസ്ട്രീസിനായിരിക്കും. ഇത് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നുണ്ടാവുക. ലാർജ് ഇൻഡസ്ട്രീസിന്, അതേപോലെ ഫ്യൂവല്, കൺസ്യൂമർ ഗുഡ്സ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനായിരിക്കും ഇതുപോലെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം നമ്മളൊരു ഒരു മീഡിയം ബിസിനസ്, സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫിഫോ മെത്തേഡ് ആയിരിക്കും, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പം നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു സ്മോൾ മീഡിയം ബിസിനസ്സിന് എല്ലാവർക്കും ഇതേപോലത്തെ ഒരു ഫിഫോ മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്.